കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവള വിലവർദ്ധനവ് പിൻവലിക്കുക, സബ്സിഡി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, വളത്തിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ രാസവളങ്ങളുടെ വില ഇരട്ടിയോളമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നെൽകർഷകരേറെയുള്ള പ്രദേശമാണ് മാള പ്രദേശങ്ങളൊക്കെ തന്നെ. നെൽകർഷകരേറെ ആശ്രയിക്കുന്ന ഫാക്ടം ബോസ് വളത്തിന് 650 കോടി രൂപയാണ് 650 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 2400 രൂപയുടെ മുകളിലേക്കായി 50 കിലോയുടെ ചാക്ക്. അതുപോലെ തന്നെ പൊട്ടാഷ് ധാരാളം ഉപയോഗിക്കുന്ന ഒരു രാസവളമാണ്. അതിന് 400 രൂപയോളം വർദ്ധിപ്പിച്ചു ചാക്കിന്. എല്ലാ വളങ്ങൾക്കും യൂറിയ എന്ന് പറയുന്ന ഒരു വളം അത് ലഭിക്കാനില്ല. ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഒരു വളമാണ്. ആ വളം കർഷകർക്ക് കൊടുക്കാതെ അത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കർഷകർക്ക് അവകാശപ്പെട്ട ഈ സബ്സിഡി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മറിച്ചു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, രാസവളങ്ങളുടെ ലഭ്യത കൂടി കുറഞ്ഞു പോകുന്നു. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, P. അസീസ്, ജയ ബിജു, AR ഡേവിസ്, റപ്പായി അമ്പൂക്കൻ, സിജി ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു.